നൗഫൽ, ഈ അപകടമുണ്ടായത് എപ്പോഴാണ്? ഇപ്പോൾ കാര്യമായ പരുക്കും ഒന്നുമില്ലാതെ രോഗികളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണോ വിവരം? തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായോ? അനുജ 10:45 കൂടിയാണ് ജനറേറ്റർ പൊട്ടിത്തെറിക്കുന്നത്. വലിയ ഉഗ്ര ശബ്ദത്തോടു കൂടിയായിരുന്നു ഈ ജനറേറ്റർ പൊട്ടിത്തെറിച്ചത്. ആൾക്കാർ ഭീതിയോടുകൂടി ആശുപത്രിയിൽ ഇറങ്ങി ഓടിയപ്പോഴാണ് നാട്ടുകാരും ഈ വിവരം അറിഞ്ഞത്. എന്നാൽ അപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള തീ പടർന്നു പിടിക്കുകയും വലിയ തരത്തിൽ പുക ആശുപത്രിക്കുള്ളിലേക്ക് കയറുകയും ചെയ്തു. ആശുപത്രിയിലുണ്ടായിരുന്ന ജീവനക്കാർ അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചു. മലപ്പുറത്ത് നിന്നും പെരിന്തൽമണ്ണയിൽ നിന്നും തിരൂരിൽ നിന്നും 3 യൂണിറ്റുകൾ എത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. രോഗികളെ എല്ലാവരെയും മാറ്റിക്കഴിഞ്ഞു ആശുപത്രിയിൽ നിന്ന്. 300ഓളം രോഗികൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെയൊക്കെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ആശുപത്രിയിലേക്ക് നിന്ന് മാറ്റിയിട്ടുണ്ട്. ആശുപത്രിയുടെ ഒരു ഭാഗത്ത് മാത്രമാണ് തീ പടർന്നു പിടിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതനുസരിച്ച് ആശുപത്രിക്ക് വലിയ കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. രോഗികളെ എല്ലാം തന്നെ മാറ്റാൻ കഴിഞ്ഞു. രോഗികളും സുരക്ഷിതരാണ്. മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് രോഗികൾ. ഇവരെ എത്രയും പെട്ടെന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. വേറെ നാശനഷ്ടങ്ങളോ അപകടങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നൗഫൽ, ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും, ജീവനക്കാരെയും രോഗികളെയും അടക്കം മുഴുവൻ പേരെയും അവിടെ നിന്ന് ഒഴിപ്പിച്ചു എന്നതാണോ വിവരം? ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അത്തരത്തിലുള്ള എല്ലാവരെയും ഒഴിപ്പിച്ചിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫയർഫോഴ്സും ഇപ്പോൾ തീയണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുക ഒരു വലിയ തരത്തിൽ ഉയരുന്നുണ്ട്. ഇത് മാത്രമാണ് അവിടെ നിന്ന് ആകെ പ്രശ്നമായി പറയുന്നത്. ഇത് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് എത്താതിരിക്കാൻ ആശുപത്രി അധികൃതർ പ്രത്യേകം സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തീ അണയ്ക്കുന്നതിനൊപ്പം തന്നെ രോഗികളെ അവിടെ നിന്ന് മാറ്റാനും ആശുപത്രി അധികൃതർ വേഗത്തിൽ തന്നെ ശ്രമിച്ചു. ഈ പുക ശ്വസിച്ച് രോഗികൾ കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാനാണ് ആശുപത്രി അധികൃതർ ഇതിനൊപ്പം തന്നെ പ്രഥമ പരിഗണന നൽകിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വലിയ അപകടത്തിലേക്ക് അത് നീങ്ങിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. അനുജ, നൗഫൽ, ഇത് ആശുപത്രിയുടെ അകത്തേക്ക് കാര്യമായി തീ പടർന്നു പിടിച്ചില്ല എന്ന് വേണമോ കരുതാൻ? ആശുപത്രിക്ക് പുറത്തുണ്ടായിരുന്ന ഒരു ജനറേറ്റർ പൊട്ടിത്തെറിച്ചാണല്ലോ തീപിടുത്തമുണ്ടായത്. ആശുപത്രിക്ക് സമീപം ഒരു പാർക്കിംഗ് ഉണ്ട്. ഈ പാർക്കിങ്ങിന് സമീപത്താണ് ഈ ജനറേറ്റർ നിന്നിരുന്നത് എന്നാണ് വിവരം. ഈ ജനറേറ്റർ ഉഗ്ര ശബ്ദത്തോടു കൂടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രിക്ക് അവിടെ ആശുപത്രിയോട് ചേർന്നുള്ള ഒരു റൂമിന്റെ ജനലിലേക്ക് തീ പടർന്ന് പിടിക്കുക മാത്രമാണ് ആശുപത്രിക്കുണ്ടായ നാശനഷ്ടം. ഈ റൂമിനോട് ചേർന്നുള്ള ജനല കത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ജനലിൽ നിന്നുള്ള തീ ഉള്ളിലേക്ക് ആണ് കയറിയത്. ഈ ജനല പൂർണ്ണമായും കത്തി നശിച്ചതിനാൽ അതുവഴി പുക പൂർണ്ണമായും ആശുപത്രിക്ക് ഉള്ളിലേക്ക് കടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വേറെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ റൂമിന്റെ തീ പിടിച്ചതുണ്ടായത് വേഗത്തിൽ അണയ്ക്കുവാനും ഫയർഫോഴ്സിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിലെ കെട്ടിടത്തിലേക്ക് തീ പടരാതിരിക്കാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല. ആശുപത്രിയുടെ തന്നെ ജനറേറ്റർ ആണോ പൊട്ടിത്തെറിച്ചത് നൗഫൽ? ആശുപത്രിയുടെ തന്നെ ജനറേറ്ററാണ് പൊട്ടിത്തെറിച്ചത്. ഇത് ആശുപത്രിക്ക് സമീപം ഒരു വാഹന പാർക്കിംഗ് ഉണ്ട്. അതിന് സമീപമാണ് ഇത് സ്ഥാപിച്ചത്. ഇതാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് ഇപ്പൊ ലഭിക്കുന്ന വിവരം. ഇതിനടുത്ത് തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു. ഈ വാഹനങ്ങളും ഫയർഫോഴ്സ് എത്തി വേഗത്തിൽ തന്നെ മാറ്റിയിട്ടുണ്ട്. അനുജ, നൗഫൽ, ഈ അപകടമുണ്ടായ ആ സമയം തന്നെ ഉടൻ തന്നെ ഫയർഫോഴ്സിനൊക്കെ എത്താൻ കഴിഞ്ഞത് വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാതെ അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടത്? പെരിന്തൽമണ്ണയിലെ ഫയർഫോഴ്സ് യൂണിറ്റിനാണ് ആദ്യം ഈ വിവരം ലഭിക്കുന്നത്. പെരിന്തൽമണ്ണ യൂണിറ്റ് ഉടൻ തന്നെ തിരൂരിലും മലപ്പുറത്തും ഈ വിവരം അറിയിച്ചു. അവിടെ നൗഫലിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ മഞ്ഞളാംകുഴി അലി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മഞ്ഞളാംകുഴി അലി, മലപ്പുറം പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ തീപിടുത്തം അതിപ്പോൾ വലിയൊരു അപകടത്തിലേക്ക് പോകാതെ എല്ലാ രോഗികളെയും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലേക്കൊരു ആശ്വാസകരമായ വാർത്തയാണോ ഉള്ളത്? അതെ, സംശയമില്ലാതെ വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. 2 കെട്ടിടത്തിന്റെ ഇടയിലുള്ള ജനറേറ്റർ റൂമിലാണ് തീ പടർന്നു പിടിച്ചത്. അത് എല്ലാവരും കൂടി ഉത്സാഹിച്ച തീ കെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. നല്ല രീതിയിലെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മുഴുവൻ രോഗികളെയും അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതെ അതെ, പ്രശ്നങ്ങളൊന്നും ഇപ്പൊ എല്ലാം അണ്ടർ കൺട്രോളാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും ജനങ്ങളും നാട്ടുകാരും അവിടെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നാണോ? ചെറിയ റൂമിൽ ചെറിയ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് തീ വരുന്നുണ്ടെന്നല്ലാതെ അത് നിയന്ത്രണ വിധേയം തന്നെയാണ്.
വളരെ നന്ദി ശ്രീ മഞ്ഞളാംകുഴി അലി പ്രതികരിച്ചതിന്. മലപ്പുറം പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി. മുഴുവൻ രോഗികളെയും അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു. കാര്യമായ കേടുപാട് ആശുപത്രിക്ക് സംഭവിച്ചിട്ടില്ല എന്നതാണ് വിവരം.